കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിൽ വലുതായി വന്നുകൊണ്ടിരിക്കുന്നതാണ് തൃശ്ശൂരിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ടോ. എന്തേ തൃശ്ശൂരിൽ മാത്രം കള്ളവോട്ട് നടന്നു എന്നൊരു അന്വേഷണം. BJP ജയിച്ചതുകൊണ്ട്. ബാക്കി എല്ലാ 19 മണ്ഡലങ്ങളിലും സത്യസന്ധമായ വോട്ടാണ് നടന്നിരിക്കുന്നത്. ആരും കള്ളവോട്ടേഴ്സ് ലിസ്റ്റ് ചേർത്തിട്ടില്ല. എല്ലാവരും സത്യസന്ധ ഹരിചന്ദ്രന്മാരാണ്. എന്തൊരു ഗതികേടാണ് ഈ രാജ്യത്ത്. 30,000 വോട്ടാണ് കള്ളവോട്ട് ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നതാരാ? കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരു വോട്ട് പോലും ആരെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് 1000 വട്ടം പരിശോധിച്ച് വീട് വീടാന്തരം കയറി പരിശോധിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നു 30,000 കള്ളവോട്ടെന്ന്. ബഹുമാനപ്പെട്ട MA ബേബി സാറേ, നിങ്ങൾ ആ പാർട്ടി പിരിച്ചുവിടണം, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ പണിയെടുക്കുന്നില്ല എന്ന് പറയണം, നടപടിയെടുക്കണം. ഓരോ ബൂത്തിലും എത്ര കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ളതിന് കണക്കെടുക്കണം. അതിന് കഴിയാത്ത പാർട്ടി സഖാക്കൾ എന്ത് പാർട്ടിയായത്? ഇനി CPI, അത് പിന്നെ ഇപ്പോഴാണല്ലോ രംഗത്ത് വന്നത്. ഇനിയുമുണ്ട് സംശയങ്ങൾ. ഇന്നലെ ഒരു ചാനൽ നോക്കിയപ്പോൾ ഒരു വീട്ടുകാർ വന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ വീട്ടിൽ 6 വോട്ട് കിടക്കുന്നു, എനിക്ക് 6 വോട്ടില്ല, വീട്ടിൽ 6 പേർക്ക് വോട്ടില്ല. സമ്മതിച്ചു. പക്ഷേ ഇതെല്ലാ വോട്ട് സുരേഷ് ഗോപിക്കാണ് കിട്ടിയെന്ന് എങ്ങനെ അറിയാന്നേ? കള്ള വോട്ടുകളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത 30,000 എന്ന് പറയുന്ന MA ബേബിയുടെയോ 70,000 എന്ന് പറയുന്ന ബാക്കിയുള്ളവർ പറയുന്ന വോട്ടുകൾ കിട്ടിയത് സുനിലിനായി കൂടെ. അതെല്ലാം സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിൽ വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം BJP ആണ്, സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ എവിടെ എന്നൊരു ചോദ്യം ഉണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ വരുന്നുണ്ട്. സുരേഷ് ഗോപി എവിടെ എന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ വലിയ രസകരമായൊരു ചോദ്യമാണ് നമ്മുടെ എന്താണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. എന്താണ് തൃശ്ശൂർ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇരട്ടിപ്പുണ്ടെങ്കിൽ, അധികമായ ആളുകളെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, അത് തിരുത്തപ്പെടണം തീർച്ചയായും. പക്ഷേ അതെല്ലാ വോട്ടും കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് എന്നുള്ള ഒരു നരേഷൻ ഉണ്ടല്ലോ നമ്മുടെ ചാനലുകളുടെ. അതൊരു വല്ലാത്ത ഒന്നൊന്നര നരേഷനാണ്. കാരണം എന്താണ്? ഈ കള്ളവോട്ട് ചേർത്തതിൽ വോട്ടില്ലാത്ത ഒരാളിന് കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം BJP ആണ് ചേർത്തതെന്ന് എങ്ങനെ വരുമെന്നേ? അതിൽ കുറേ വോട്ട് സുനിലിന് കിട്ടിക്കാണത്തില്ലേ, കുറേ വോട്ട് മുരളീധരന് കിട്ടിക്കാണത്തില്ലേ? എന്തൊരു നാടാണിത്. അപ്പോൾ കള്ളവോട്ട് നടന്നോ ഇല്ലേ എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. വോട്ടേഴ്സ് ലിസ്റ്റ് മോശമായോ ഇല്ല. അല്ലാതെ അത് സുരേഷ് ഗോപിയുടെ മണ്ടയിൽ വെച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ അടുപ്പൂട്ടി ചാനലുകളുടെ ചർച്ച ചെയ്യുന്നതും അന്തിച്ചർച്ച ചെയ്യുന്ന മരമട്ട് ചാനലുകളുടെയൊക്കെ നിഗൂഢ അജണ്ടയാണ്. അങ്ങനെ സുരേഷ് ഗോപിയുടെ മണ്ടയിൽ വെച്ചത് ചെയ്യുമ്പോഴാണ് പിന്നെ സുരേഷ് ഗോപി കേരളത്തിൽ വന്നോ ഇല്ലേ എന്ന് കൂടി ചോദിക്കേണ്ടി വരുന്നത്. തീർച്ചയായും എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ വരട്ടെ. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം സുരേഷ് ഗോപിക്കാണ് കിട്ടിയതെന്ന് തെളിയിച്ചാൽ മാത്രമേ സുരേഷ് ഗോപി അതിനകത്ത് ഉത്തരം പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഒന്ന് കള്ളവോട്ടുകൾ ചേർത്തിരിക്കണം. അതിപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നു. ആ വോട്ടുകളെല്ലാം സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമല്ലേ സുരേഷ് ഗോപിക്ക് അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്തായാലും കൊള്ളാം. നമ്മൾ ഒരാളെ കിട്ടിയാൽ കൊന്ന് കടിച്ച് കീറി തിന്നുന്ന രീതിയിലേക്ക് പോകുന്ന കഴുകന്മാരായി നമ്മൾ പലപ്പോഴും മാറാറുണ്ട്. അത് മാറുന്നതൊരു വല്ലാത്ത രാഷ്ട്രീയമാണ്. BJPക്കെതിരെ വരുന്ന മറ്റൊരു രാഷ്ട്രീയമായി മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കള്ളവോട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമല്ലേ പരിശോധിക്കേണ്ടത് ഈ സമയത്ത്. അതല്ല, സുരേഷ് ഗോപിയുടെ പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് പോകുന്ന ചാനൽ മാധ്യമ പ്രവർത്തനം ഒരുതരം ചാരപ്രവർത്തനമാണ്. അത് നല്ല പ്രവർത്തനമല്ല. അത് അധമ രാഷ്ട്രീയത്തിൻ്റെ അധമമായിട്ടുള്ള ചാനൽ പ്രവർത്തനമാണ്. കാരണം എല്ലാ വോട്ടും പോയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് എന്നുള്ള നിലയിലുള്ള നരേഷൻ വരുന്നത് ഒരു ഒന്നൊന്നര ഒരു അഹംഭാവം നിറഞ്ഞ വ്യക്തികളെ, സുരേഷ് ഗോപി എന്ന വ്യക്തിയെയും വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു വ്യക്തിയെയും ക്രിയേറ്റീവായിട്ടുള്ളൊരു കലാകാരനെയും രാഷ്ട്രീയക്കാരനെയും നശിപ്പിക്കുക. അത് ബാക്കിയുള്ള കലാകാരന്മാർക്കും ഒരു മെസ്സേജാണ്. നിങ്ങളാരും രാഷ്ട്രീയത്തിലൊന്നും വരരുത്. ഇത്രയും കരുത്തനായ സുരേഷ് ഗോപിയെ ഞങ്ങൾ മലർത്തി അടിച്ചിട്ടുണ്ട്, അവിടെ ഒരുത്തനും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരരുതെന്നുള്ള വലിയ മെസ്സേജ് കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ഇത് പൊറുക്കാവുന്നതല്ല, സഹിക്കാൻ ഒട്ടുമേ കഴിയുന്നതല്ല.